ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് സേഗോ പായസത്തിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി ആദ്യം വേണ്ടത് ചൗവരിയാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് ചൗവരിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് കഴുകിയിട്ടെടുക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ ചൗവരി ഒന്ന് വേവിച്ചിട്ടെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇനി വേവിച്ചിട്ടെടുക്കാം. ചവ്വരിയുടെ നന്നായിട്ട് ഇനി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം കുറച്ച് കാഷ്നട്ട് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. കാഷ്നട്ട് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. കാഷ്നട്ടും കിസ്മിസൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. കിസ്മിസും കാഷ്നട്ടും നന്നായിട്ട് ഇനി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് 1/2 കപ്പ് സേമിയയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് തിന്നായിട്ടുള്ള സേമിയയാണ്. ഇതുണ്ടെങ്കിൽ ഇതെടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഇതൊന്ന് വറുത്തിട്ടെടുക്കാം. ഞാനിവിടെ റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയയാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്തതായിരുന്നാലും ചെയ്യാത്തതായിരുന്നാലും ഇതുപോലെ നെയ്യിൽ 1-2 മിനിറ്റ് ഒന്ന് വറുത്തിട്ട് വേണം എടുക്കാനായിട്ട്. സേമിയ നന്നായിട്ട് ഇനി ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ 1 കപ്പ് ക്യാരറ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. ആ ക്യാരറ്റിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ക്യാരറ്റിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട്. ആ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചിട്ടെടുക്കണം. ആ ക്യാരറ്റും സേമിയെല്ലാം ഈ പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ക്യാരറ്റും സേമിയെല്ലാം ഒന്ന് കുക്കായി പാലെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരിയാണ്. അതും കൂടെ ആ വെള്ളത്തോടുകൂടി തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചിട്ടെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ചവ്വരിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര മാത്രമാണെങ്കിൽ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നമുക്ക് പഞ്ചസാരയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റായി തിളച്ച് വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമുക്കതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂം കിസ്മിസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് സേഗോ പായസം ഇവിടെ റെഡി.